അനിൽകുമാർ, ശരി, ശ്രീ കെ അനിൽകുമാർ, ഈ കേരള ഹൈക്കോടതിയുടെ ഈ ഫെബ്രുവരിയിലെ സുപ്രധാന ഉത്തരവ് വായിക്കാത്ത ഒരു മഹാനാണോ കണ്ണൂർ ജയിൽ സൂപ്രണ്ടായി അവിടെ ഇരിക്കുന്നത്? ഇവിടെ ഈ ചർച്ചയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ മാധ്യമങ്ങൾ CPM-നും കേരള സർക്കാരിനുമെതിരെ എന്തെല്ലാം നുണകളാണ് നിർമ്മിക്കാൻ പോകുന്നത്, എന്തെല്ലാം വ്യാജങ്ങളാണ് പുലിപ്പിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും കുറേ ബ്രേക്കിങ്ങോടുകൂടി അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാജമാണ് ഇവിടെ ചില RP നേതാവ് പറഞ്ഞ പോലെ പോലീസ് ഒന്ന് അന്വേഷിക്കാൻ പോലും പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു MLA അന്വേഷിക്കാനായിട്ട് MLAയോട് ബന്ധപ്പെടാനായിട്ട് ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത്? അവരാ നമ്പരൊന്ന് വെളിപ്പെടുത്തിക്കേ. KK രമയെ ഏത് നമ്പറിൽ നിന്നാണ് പോലീസ് വിളിച്ചത്? അവർ വെളിപ്പെടുത്തട്ടെ. KK രമയെ ഇങ്ങനെ ഇതിൻ്റെ ഈ കാര്യത്തിൽ മോചിപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കുകയാണ്, പിന്നെ KK രമ അപ്പം തന്നെ ചാനലിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? KK രമ ഇന്ന് വെളിപ്പെടുത്തട്ടെ ഏത് നമ്പറിൽ നിന്നും ഏത് പോലീസ് അല്ലല്ല. KK രമ അല്പം മുൻപ് ഒരു ടെലിവിഷൻ ചർച്ചയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, അയൽപക്കത്തൊക്കെ വന്ന് അന്വേഷിച്ചു പോലീസ്. അല്ലല്ല, ഒരു സെക്കൻഡ്, അല്ല അങ്ങനെ പറഞ്ഞോട്ട് എങ്ങനെ ശരിയാവുക? അപ്പൊ താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രമ ഇത് പറയട്ടെ എന്ന്. ഞാൻ ഈ രമ പറഞ്ഞ കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ രമ ആ ചർച്ചയിലിരുന്ന് പറയുകയാണ്, എന്നെ വിളിച്ചിരുന്നു, അപ്പൊ ഞാൻ അസൗകര്യം പറഞ്ഞു, ഇന്നവർ വരുമെന്നാണ് കരുതുന്നത്. ഞാൻ വേണുവിനോട് പറഞ്ഞത് പച്ച മലയാളത്തിലല്ലേ, ആ നമ്പർ വെളിപ്പെടുത്താനാണ് പറഞ്ഞത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ, അവരെ വിളിച്ച ഫോൺ നമ്പർ ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ, അത് വെളിപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം നമുക്ക് രമയെ വിളിക്കാം. ഏത് നമ്പറിൽ നിന്നും രമയെ വിളിച്ചു എന്ന് ഈ ചാനലിൽ ഇപ്പോൾ വെളിപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട വേണുവിനോട് ചോദിച്ചിട്ട് നമ്പർ അറിഞ്ഞാൽ മതിയല്ലോ. ഒരു MLA ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന് പേരില്ലേ? ആ പോലീസ് ഉദ്യോഗസ്ഥനൊരു മേൽവിലാസം ഇല്ലേ? ഇതുപോലൊരു കേസിനകത്ത് TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസിലെ പ്രതികളെ ജയിൽ തുറന്ന് മോചിപ്പിക്കാൻ ഒരു MLA വിളിക്കാൻ ധൈര്യമുള്ള ഏത് പോലീസുകാരനെ ഇവിടെയുള്ളത്? ആ പോലീസുകാരനെ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. അത്ര ധിക്കാരം ഇവിടുത്തെ പോലീസിനോ? അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പോലീസുകാരനാണെന്ന് KK രമ പറയണം. ആ KK രമ പറയുന്നില്ലെങ്കിൽ വ്യാജമാണ് KK രമ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അതിന് കാരണം എന്താണ്? ഞാൻ ബാക്കി എൻ്റെ വാദം പറയാം. ഞാൻ പറയട്ടെ സാർ. KK രമയെ വിളിച്ച നമ്പർ പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് നോക്കാം. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വിലാസം പറഞ്ഞാൽ മതി, ആരാന്ന് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് ബാക്കി കാര്യം നോക്കാം. നിങ്ങൾ TP ചന്ദ്രശേഖരൻ്റെ കേസെന്ന് പറഞ്ഞ ഉടനെ CPM-ൻ്റെ നെഞ്ചത്തേക്ക് ആർക്കും ഓടിക്കയറാവുന്ന വിധം ഒരു ചാഞ്ഞ മരം പോലെ ഇങ്ങനെ കിടക്കുകയാണോ? അങ്ങനൊന്നും ആരും കളിക്കട്ടെ കേട്ടോ. മാത്രമല്ല TP ചന്ദ്രശേഖരൻ കേസല്ല, ഒരു കേസിലും തെറ്റായി നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാൻ ഈ സർക്കാർ തയ്യാറല്ല. CPM ആണെങ്കിൽ അതിനൊട്ടും തയ്യാറല്ല. ഇന്നത്തെ ചർച്ചയുടെ വിഷയം എന്താ? CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു തിരുത്താൻ, എന്നിട്ട് ഇവന്മാർ നന്നാകുകയല്ലേ? ഇവന്മാർ കേരളത്തിൽ നന്നാവില്ലേ? ഇത്രയും തോപ്പിച്ചിട്ട് ഇവന്മാർ രക്ഷപ്പെടുകയല്ലേ? ഇതല്ലേ ചർച്ചയുടെ ഉള്ളടക്കം. അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദയവായി ഇതിൻ്റെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കണം. ആദ്യം ഒന്നാമതായി, കേരളത്തിലെ LDF സർക്കാർ ഒരു പ്രതിയെയും തുറന്നുവിടാൻ തീരുമാനിച്ചിട്ടില്ല. സർക്കാരിന് ആരെയും തുറന്നുവിടാനാകില്ല. TP ചന്ദ്രശേഖരൻ കേസല്ല, ഒരു കേസിലും. ഞാൻ മനസ്സിലാക്കുന്നത് ജീവപര്യന്തം ശിക്ഷയുള്ളവർക്ക് ഏതാണ്ട് 1 കൊല്ലം ശിക്ഷ ഇളവ് കൊടുക്കാനാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷത്തിൻ്റെ അമൃതകാല പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിറക്ക ഉത്തരവ്. അതിനർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു പ്രതിക്ക് 1 കൊല്ലം ഇളവ് വേണോ ജീവപര്യന്തത്തിൽ? ഇരട്ട ജീവപര്യന്തമാണെങ്കിൽ അതിൻ്റെ കാര്യം നിയമം നോക്കണം. അല്ല, 3 മാസം വരെ തടവാണെങ്കിൽ എത്ര ദിവസം ഇളവ് കൊടുക്കാം? ഇതൊക്കെ ഉത്തരവിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ജയിലുകളിൽ കിടക്കുന്ന പ്രതികൾക്ക് ഏതെങ്കിലും ഇളവിന് അവകാശമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജയിലിലേക്കും കടലാസ് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ ജയിലിലെ തടവ് പുള്ളികളുടെ റാങ്ക് എന്താണ്, അവരെല്ലാവരും കിടക്കുന്ന വകുപ്പ്, ഏതെങ്കിലും ജയിലിൽ പ്രത്യേകം TP ചന്ദ്രശേഖരൻ കേസ്, അതിൻ്റെ സുപ്രീം കോടതി വിധി അല്ലെ ഹൈക്കോടതി വിധി, ഇതൊന്നും അവിടെ ഇല്ല. ഞാനൊരു വക്കീലാണ്. നിയമപ്രകാരം എന്താ നടക്കുന്നത്? ഒരു കീഴ്ക്കോടതി ഒരാളെ വിധി ശിക്ഷിച്ചു കഴിഞ്ഞാൽ വാറണ്ട് മാത്രമേ അയച്ചു കൊടുക്കൂ. കൺവിക്ഷൻ വാറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആളെ ഇത്ര കാലം ഈ ജയിലിൽ സൂക്ഷിക്കണം എന്നല്ലാതെ വിധിപ്പകർപ്പ് അയച്ചു കൊടുക്കുമോ? ഏത് കോടതിയിൽ നിന്നാണ് വിധിപ്പകർപ്പിൻ്റെ ഉത്തരവ്, ഹൈക്കോടതി വിധിയുടെ പകർപ്പ് ജയിൽ സൂപ്രണ്ടിന് അയച്ചു കൊടുക്കുന്നത്?
ഒരു സൂപ്രണ്ടിനും അയച്ചു കൊടുക്കുകയില്ല. അത് വായിച്ചിട്ട് തീരുമാനിക്കേണ്ട ഒരു അധികാരം അയക്കില്ല. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? രണ്ടാമത്തെ വ്യാജം, ഇന്നത്തെ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ വ്യാജം എന്താണ്? ജയിൽ ഉപദേശക സമിതി തീരുമാനിച്ചു, അതിൽ ജയരാജൻ ഉണ്ടത്രേ. അങ്ങനെയാണ് ആ രേഖയൊന്ന് ഹാജരാക്കുക. ഇന്ന് ഹാജരാക്കിയോ വേണു? ഒന്ന് കെ കെ രഘുവൻ പറഞ്ഞ കളവ്. കാരണം എന്താ? കെ കെ രഘുവൻ പറഞ്ഞ കളവ് പറഞ്ഞെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഉപദേശക സമിതിയും മറ്റാളുകളും അന്വേഷിക്കാൻ വിടണം. അന്വേഷിക്കാൻ വിട്ടതായിട്ട് ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താണ്? പോലീസ്, ആഭ്യന്തര വകുപ്പ് അതിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ പ്രാഥമികമായി കേരളത്തിലെ ജയിലുകളിൽ നിന്ന് റിപ്പോർട്ട് വരുത്തുന്നുണ്ട്. ആ റിപ്പോർട്ട് ഈ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, ഇവരുടെ പേരുണ്ടെങ്കിൽ ആ പേര് തെറ്റായിട്ട് ഉൾപ്പെടുത്തുകയോ ശരിയായിട്ട് ഉൾപ്പെടുത്തുകയോ ചെയ്താൽ തിരുത്തിക്കുമല്ലോ. കാരണം എന്താണ്? സുപ്രീം കോടതി വിധി അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ 10-59 പേരുടെ പേര് വന്നതിൽ ഇവരുടെ പേര് ഉൾപ്പെട്ടു പോയി. ഉടനെ ഉൾപ്പെട്ടു പോയാൽ ഉടനെ പിണറായി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയല്ലേ ഇവരെ മോചിപ്പിക്കാൻ? ഇവിടെ CPM അങ്ങനെ ഇറങ്ങിയിരിക്കുകയല്ലേ? സത്യം എന്താണ്? സത്യം ഈ കേസെന്നല്ല, കേരളത്തിലെ മുഴുവൻ കേസിലും ഓരോ തടവുകാർക്കും 15 ദിവസം, 30 ദിവസം, 2 മാസം, 1 മാസം നിലയ്ക്ക് റെമിഷൻ അനുവദിക്കേണ്ടതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് പാലിക്കാനൊരു ഭരണ നടപടി, ആ നടപടിയുടെ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ജയിൽ സൂപ്രണ്ട് തയ്യാറാകുന്നു. ആ സൂപ്രണ്ട് എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ ഉത്തരവും വായിച്ചു നോക്കേണ്ട ആളായിരിക്കത്തില്ല. അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ജയിൽ ഉപദേശക സമിതിക്ക് വരാം. അവിടെ ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ ജഡ്ജിയുണ്ട്, അവരുടെ പരിശോധനയുണ്ട്. മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം ഏതെല്ലാം തരത്തിലാണ് ഇത്തരം റിമിഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് ചട്ടങ്ങൾ പറയുന്നുണ്ട്. ഏതെല്ലാം കേസിൽ ഒഴിവാക്കപ്പെടാം, സ്ത്രീകളെ ദ്രോഹിച്ചവരെ ഒഴിവാക്കണം, കുട്ടികളെ ദ്രോഹിച്ചവരെ ഒഴിവാക്കണം, ആ ചട്ടങ്ങൾ പറയുന്നുണ്ട്. ആ ചട്ടപ്രകാരം ഒഴിവാക്കപ്പെടേണ്ടവരല്ല, ഒഴിവാക്കിയല്ല ജയിൽ ഉപദേശക സമിതി തീരുമാനിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്തോ? ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നാണ്. ഇനി എനിക്ക് തെറ്റിയ ഞാൻ മാപ്പ് പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിലേക്ക് പോയിട്ടില്ല, ജയിൽ ഉപദേശക സമിതിയിലേക്ക് ഇത് പോയിട്ടില്ല. ആകെ ഉണ്ടായത് അവിടുത്തെ സൂപ്രണ്ട് അവിടുത്തെ പ്രതികളുടെ പട്ടിക ഉണ്ടാക്കിയതിൽ ഈ 3 പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ വിവരം ശ്രദ്ധപ്പെട്ടപ്പോൾ ജയിൽ DGP തന്നെ, ഈ ഹൈക്കോടതി വിധി അറിയാവുന്ന ജയിൽ DGP തന്നെ അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ പേര് ഒഴിവാക്കിയിട്ട് ഇനി തന്നാൽ മതി, അല്ലെ ഉപദേശക സമിതിയുടെ പരിശോധനയ്ക്ക് വെച്ചാൽ മതി, തീർന്നല്ലോ. ഇതിന് പകരം എന്തെല്ലാം എഴുതാപ്പുറമാണ് ഈ രാവിലെ. ശരി ശരി ഇനി ഒരു സെക്കൻഡ് ശ്രേൽകുമാർ, താങ്കൾ ഇതെല്ലാം വിശദമായി പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി ഇതൊന്നും ഈ ഹൈക്കോടതി ഉത്തരവും ഈ വിചാരണ കോടതി ഉത്തരവൊന്നും ജയിലിലെ അധികൃതരിലേക്ക് എത്താറില്ല എന്ന്. ശരി, ഇനിയിപ്പോൾ അത് വായിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ മാധ്യമ വാർത്തകളുണ്ടല്ലോ, അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെയൊക്കെ ഗൗരവം സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥർക്ക് അറിയേണ്ടതാണ്, ന്യായമായും. എന്ന് മാത്രമല്ല, ജയിൽ മേധാവിയുടെ പ്രതികരണം ഇപ്പോൾ അങ്ങും പറയുകയുണ്ടായി. അതിൽ പറയുന്ന ഒരു വാചകമുണ്ട്, TP കേസ് പ്രതികൾക്ക് 20 വർഷം വരെ ശിക്ഷ ഇളവ് പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പരിശോധിച്ചിട്ടുണ്ടാകില്ല, കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല എന്ന നിലപാടല്ല ജയിൽ മേധാവിക്കുള്ളത്. അത് പരിശോധിച്ചിട്ടുണ്ടാവില്ല എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ അതിലെ വീഴ്ച തന്നെയാണ് അതിൽ വ്യംഗ്യമായി വരുന്നത്. ഇനി അടുത്ത കാര്യം, അങ്ങ് പറയുകയുണ്ടായല്ലോ ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കുകയാണ് എന്ന്. 3 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ. ഒരു സെക്കൻഡ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങ് മാത്രം പ്രഭാഷണം നടത്തുകയല്ലല്ലോ ഇക്കാര്യത്തിൽ വേണ്ടത്. 1, 10 വർഷം തടവ് പൂർത്തിയാക്കുക. 2, ജയിലിലെ നല്ല നടപ്പ്. 3, ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കൽ. ഇതൊക്കെയാണല്ലോ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള പ്രാഥമിക മാനദണ്ഡം. 2013 മുതൽ 2023 വരെ ഈ TP കേസിലെ പ്രതികൾ ജയിലിനകത്തും പുറത്തും, അതായത് ജയിലിനകത്ത് ഈ ബന്ദോബസ്തിൽ കിടക്കുമ്പോഴായാലും പുറത്ത് പരോൾ ഇറങ്ങിയപ്പോഴായാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമെങ്കിലും കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ? അയാളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ടും ഈ ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് ഈ പ്രതിഭകളെ കണ്ടെത്തിയത്? അത് രാഷ്ട്രീയ ചോദ്യമല്ല, അതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ്. അയാൾ പരിശോധനയ്ക്ക് തയ്യാറാക്കുന്ന പട്ടിക, ആ പരിശോധനയ്ക്ക് തയ്യാറാക്കുന്ന പട്ടികയിൽ എന്ത് ചെയ്യണമെന്ന് ആ നിയമത്തിൽ പറയുന്നുണ്ട്, 413. അതിലെന്താ പറയണത്? ഞാൻ പ്രഭാഷണം നടത്തുകയല്ല, പക്ഷെ ഞാൻ വസ്തുത പറയുകയാണ്. ഇവിടെ ഒരു പ്രഭാഷണത്തിന് ഞാൻ വന്നയാളല്ല. എന്താ വസ്തുത? ആ ചട്ടപ്രകാരം ഇയാൾ ജയിലിന് പുറത്തു പോയപ്പോഴുള്ള ഈ നടപടിക്രമങ്ങൾ എന്താണ് എന്ന റിപ്പോർട്ട് എവിടെയാണ് ഉള്ളത്? അതെല്ലാം ഈ ജയിലിൽ സൂക്ഷിച്ചിരിക്കുകയാണോ? അതാണോ നിങ്ങളുടെ ധാരണ? ജയിലിനകത്ത് നടന്ന കാര്യങ്ങളെ പറ്റിയോ? സൂക്ഷിച്ചിരിക്കുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടല്ലേ? ആ പ്രതികളെക്കാൾ വലിയ താല്പര്യത്തോടെ പ്രതികൾക്ക് വേണ്ടി വാതിൽ തുറക്കാനിരുന്ന സൂപ്രണ്ട്, ആ സൂപ്രണ്ടിനേക്കാൾ താല്പര്യത്തോടെ അങ്ങ് എല്ലാ വാതിലുകളും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാതെ ജയിലിനകത്ത് നടന്ന കാര്യങ്ങളോ?
അവിടെയാണ് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുന്നത്. അത് ആരാണ് പരിശോധിക്കുന്നത്? ജയിൽ വകുപ്പാണ് പരിശോധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കയ്യിൽ ആ ഉത്തരവിൻ്റെ പകർപ്പിരിപ്പുണ്ട്. ഈ ഉത്തരവല്ല, ജയിൽ ചട്ടങ്ങളിൽ ഇത് ആരൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ജയിൽ സൂപ്രണ്ട് അല്ല തീരുമാനിക്കുന്നത്. ഉപദേശക സമിതിയുടെ മുമ്പിൽ വരേണ്ട കടലാസ് എന്തൊക്കെ? ഉപദേശക സമിതിയിൽ എന്റെ ശ്രീ അനിൽകുമാർ, നേരിട്ടുള്ള ഒരു ലഘുവായ ചോദ്യം. പല സമിതികൾ കടന്നൊക്കെ വരുന്ന കഥ അവിടെ നിൽക്കട്ടെ. ഈ കൂട്ടർ ജയിലിനകത്ത് കിടന്ന് എന്തൊക്കെ വിക്രിയകൾ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ജയിൽ സൂപ്രണ്ടിന് അറിയുമോ ഇല്ലയോ? ആ ഒറ്റ കാര്യത്തിലുള്ള അങ്ങയുടെ മറുപടി ആദ്യം. കൃത്യമായിട്ട് പറയാം, ദയവായി ഒന്ന് കേൾക്കണം. ഒരു ഉപദേശക സമിതിക്കകത്ത് 12-15 പേരുണ്ട്. സാറേ, ഉപദേശക സമിതിയൊക്കെ അവിടെ ചേരാൻ നിൽക്കട്ടെ. ജയിൽ സൂപ്രണ്ടിന് അറിയുമോ ഈ പറയുന്ന TP കേസിലെ പ്രതികൾ ജയിലിനകത്ത് കിടന്ന് കാട്ടിയ വിക്രിയകൾ എന്തൊക്കെ? അതെ, നിങ്ങൾ പറയാൻ അനുവദിക്കാതെ വന്നാൽ നിങ്ങൾ വെള്ളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം പറയുന്നത് മനസ്സിലാക്കുക. ഒരു ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ മാത്രമല്ലാതെ ആ ലിസ്റ്റിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ആരാ പരിശോധിക്കേണ്ടത്? സൂപ്രണ്ടാണോ പരിശോധിക്കേണ്ടത്? ഉപദേശക സമിതിയാണോ പരിശോധിക്കേണ്ടത്? നിങ്ങൾ ആദ്യം ഒരു വിവേകത്തോടെ അല്പസമാധാനം. ശരി ശ്രീ ജിൻഡോ ജോ, ഇവിടെ ഇപ്പോ ഈ എനിക്ക് അങ്ങയിൽ നിന്ന് അതിന് മറുപടി കിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായി. ശരി അല്ലല്ല, അങ്ങ് ജയിൽ ഉപദേശക സമിതി കൂടുന്നത് വരെ അങ്ങ് കാത്തിരിക്കും, ഞാനും വരാം.